ഹലോ ഗൈസ്, ആൻഡ്രോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ്രോസ് ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെടുക്കാൻ പോകുന്നു? ആൻഡ്രോസ് പലർക്ക് എടുക്കാൻ പോവാണ് ആൻഡ്രോസ്. ഗൈസ്, അപ്പം നമ്മൾ ആരടുത്തും പറഞ്ഞിട്ടില്ല നമ്മൾ എന്തിനാണ് പോണതെന്ന്. അപ്പം എല്ലാവരും വരുന്ന കഴിച്ചുണ്ടാകും. ആകെ ചക്കരയ്ക്കും കേശുവിനും ഏകദേശം അറിയാം, പിന്നെ ബാക്കി ആർക്കും അറിഞ്ഞൂടെ. അപ്പോൾ ബാക്കി എല്ലാവർക്കും നമ്മൾ സാധനം കൊണ്ട് കാണിച്ചിട്ട് റിയാക്ഷൻസ് എടുക്കണം. അപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ സാധനം എടുക്കാൻ പോവാണ്. കാറിലാണ് പോകണം. എന്തിനാണ് പൂക്കളും ഓണമൊക്കെ ഇല്ലല്ലേ, പൂവും പച്ചക്കറി എടുക്കാൻ പോവാണ്. കേശുവാണ് അതിൻ്റെ മെയിൻ ഡീലർ. ഞാൻ കാറിൽ കയറുകയാണ്. ആൻഡ്രോസ് കാറിൽ കയറി വണ്ടി എടുക്കും. അവന്മാരിതാ നമ്മളെക്കാളും മുന്നേ പോണ് വിളിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അവിടെ ചെന്നിട്ട് കാണാം. ഈ ഒരു നിമിഷത്തിനെ പറ്റി ആൻഡ്രോസിന് എന്താണ് പറയാനുള്ളത്? ടെൻഷനാണ്. ഇപ്പം നമ്മളെ എല്ലാവരെയും വിളിച്ചിട്ട് ഇത് നിന്റെ എത്ര വർഷത്തെ ആഗ്രഹമാണെന്ന് പറയാം ഈ നടക്കാൻ പോകുന്ന കാര്യം? പെട്ടെന്ന് അമ്മ ഉള്ളതുകൊണ്ട് പെട്ടെന്നെല്ലാം നടന്നു. എന്നാലും ഈ ഇങ്ങനൊരു മൂവ്മെന്റ് നീ ഇതിനു മുന്നേ പ്രതീക്ഷിച്ചിട്ടില്ലേ ആൻഡ്രോസ്? അത്രയും വലുതൊക്കെ തന്നെ. എന്നാലും എന്നെക്കാട്ടി നമ്മളെ അമ്മയ്ക്കായിരുന്നു ആഗ്രഹം എടുക്കണമെന്ന്. അപ്പം പിന്നെ എനിക്കും അതിൻ്റെയോടുള്ള ആഗ്രഹം കൂടി തുടങ്ങി. അമ്മ അനിയത്തിയും കയറിയിരിക്കുന്നു. ഇതാണ് ആൻഡ്രോസിന്റെ അനിയത്തി. നമ്മളങ്ങനെ ഷോറൂം എത്തിയിരിക്കുന്നു. നമ്മുടെ പയ്യന്മാരിപ്പുണ്ട്. ആൻഡ്രോസ് ഇറങ്ങും. ആൻഡ്രോസ് ഇറങ്ങടാ ബ്രോ. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അച്ചാച്ചനുണ്ട് കൂടെ. കൊച്ചോ വണ്ടി എടുക്കാൻ പോകുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ലത്. വാ വാ വാ, അത് വരും. സൗബറിനെ ചേട്ടൻ വണ്ടി എടുക്കുന്നതിനെ പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നാരങ്ങയൊക്കെ പിടിച്ചോണ്ട് നടക്കണം ഗൈസ്. ഗൈസ് കപ്പനെ നമ്മുടെ കാറെത്തിയിരിക്കുന്നു. അമ്മയ്ക്ക് ഈ സന്ദർഭത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷം. നിനക്കോ? ആൻഡ്രോസ് നിൽക്കുക. ആൻഡ്രോസ് ഇനി തൊട്ട് ഇതാണ് നിന്റെ വണ്ടി. എന്താണ് നിനക്ക് പറയാനുള്ളത്? ആ ടെൻഷൻ മാറിയ നിന്റെ പറ ആൻഡ്രോസ്, എന്തുവാണ് ഇനി നമുക്കിതാണ് ഇനി വാഹനം ഗൈസ്. ഇതിലാണ് ഇനി ഞങ്ങളുടെ സ്വപ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? കണ്ടാ ചാച്ച എഞ്ചിൻ്റെ ഓയിൽ ഇതാണ്. ടാക്സി വെഹിക്കിൾ നമുക്ക് ആ സ്പീഡ് ഗവൺമെന്റ് ആൻഡ്രോസ് അങ്ങനെ വണ്ടി നമുക്ക് കപ്പുണ്ട്,
സൗബറിന് ചായ കുടിക്കാൻ കപ്പായി. ആൻഡ്രോസ് 2 വാക്ക് പറയും. അങ്ങനെ ഇത്ര നേരം നമ്മൾ ടെൻഷനിലായിരുന്നു. അങ്ങനെ വണ്ടി ഇറക്കി, നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഇനി എല്ലാവരെയും കൊണ്ട് വണ്ടി കാണിക്കണം. അച്ഛനും വേണ്ടി അച്ഛൻ്റെ അഭിപ്രായം ചോദിച്ചു വണ്ടിയെ പറ്റി. അച്ഛൻ പറ വണ്ടിയെ പറ്റി. വണ്ടിയുടെ എഞ്ചിനൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ കണ്ടു? വണ്ടി കൊള്ളാം, നല്ല വണ്ടിയാണ്. ചേച്ചൻ നല്ല നോക്കി അവിടെ ഇരുന്ന ആളെ പറഞ്ഞാലല്ലേ എനിക്ക് ഒരു വണ്ടിയെ പറ്റി അറിയാവുന്നതൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു പഴയ പിന്നെ മെക്കാനിക്കാണ് ദുബായിൽ പറയുകയും ചെയ്തു. ഞാൻ ചോദിച്ചപ്പോഴേ പുള്ളി എന്നോട്ട് ചോദിക്കുകയും ചെയ്തു. വണ്ടി എങ്ങനെ ഉണ്ട്? വണ്ടിനെ പറ്റി പറ. വണ്ടിയൊക്കെ നല്ല ഉഗ്രം വണ്ടി, ഇരിക്കാനൊക്കെ നല്ല കാലൊക്കെ സ്പേസ് ഉണ്ട്. നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വണ്ടി കാണാനും എടുക്കാനും സാധിച്ചു. ഭയങ്കര സന്തോഷം. അച്ഛൻ്റെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അമ്മേനെ പറ്റി അമ്മയ്ക്ക് ഇനി എന്താണ് പറയാനുള്ളത്? എനിക്കും അതുപോലെ തന്നെ വണ്ടി ഇങ്ങനൊരു വണ്ടി എടുക്കാൻ പറ്റിയ ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വിചാരിച്ചത്. അച്ഛൻ എന്നും സെക്കൻഡ് ഹാൻഡ് എടുപ്പ്. സൗബർണിക പറഞ്ഞാണ് ചേട്ടൻ വണ്ടി എടുത്തതിനെ പറ്റി. അതുകൊണ്ടാണ് അവൻ തന്നെ ഇത് നല്ല അഭിപ്രായം. നമ്മളൊരു ബൈക്കായിരുന്നു എടുത്തത്, നമ്മൾ അറിവില്ലാത്ത പ്രായത്തിൽ. സൂക്ഷിക്കണം അത്ര തന്നെ വണ്ടി. അപ്പൊ ആ വണ്ടി നമുക്ക് വീട്ടുകാർക്കൊന്നും ഉപയോഗമില്ലാത്തതുകൊണ്ട് വീട്ടുകാരെ അത് പഠിപ്പിച്ച് ഇതപ്പോ നമ്മള് ഫാമിലിക്ക് വേണ്ടിയാണ് കാർ എടുത്തേക്കുന്നത്. ഫുൾ സപ്പോർട്ടാണ്. ലതയുടെയും സന്തോഷമാണ് ഇത് വണ്ടി എടുക്കുന്നത്. പിന്നെ നമുക്ക് യാത്ര ചെയ്യാനും ഒരു ഉറപ്പുണ്ട്. എന്തെങ്കിലും 2-3 വർഷത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതാണ്, അത് നമുക്ക് വളരെ സന്തോഷം. പൈസ നിങ്ങൾ മാസം തോറും അടച്ചിരിക്കണം. വേറെ ഇന്ന പൈസ വണ്ടിക്ക് വേണ്ടി ചിലവ് കഴിക്കണം. ഇനി പെണ്ണോരം വണ്ടി പ്രണയിച്ചനാവാൻ പോണേ. ഇനി നിന്റെ ജോലി വെച്ചുള്ള ശമ്പളമാണ് ഈ വണ്ടിക്ക് പോകേണ്ടത്. വണ്ടിക്ക് പോകണം. അതിപ്പോ അവസാനം നിനക്ക് തന്നെ വണ്ടി, വേറെ ആരും ഇല്ല. മോനെ തന്നെ വണ്ടി, ഡാംബ്രോയുടെ വണ്ടി തന്നെ അല്ലേ? കുറെ പേര് വരും. അതെ അതെ അതെ, അവന് മോന് തന്നെ വണ്ടി. ഇത് മോന്റെ വണ്ടി തന്നെ. ആംബ്രോയ്ക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്താ, നമ്മുടെ എന്റെ ഗൗതം കുട്ടന് വാങ്ങിച്ചു കൊടുത്ത. അതാണ് ഞാൻ അമ്മയും പറയുന്നത്. ആൻഡ്രോസിന് ഞാൻ മേടിച്ചു കൊടുത്ത നമ്മുടെ സന്തോഷമാണ്, അവന്റെ സന്തോഷമല്ലേ. ഗൈസ് വണ്ടി എത്തിയിരിക്കുന്നു ഗൈസ്. പരന്ന വണ്ടിയാണ് നമ്മളെ. ഫ്രണ്ടിക്ക് വാ, എല്ലാം കാണിച്ചു തരാം. വരൂ. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അച്ഛൻ ഫ്രണ്ട് ഇരിക്കും. 3-4 പേർക്കും ഇരിക്കാം, സ്പേസ് ഉണ്ട്. അച്ഛൻ ഫ്രണ്ട് ഇരിക്കുമോ? കയറിയിരുന്നു. പാട്ടൊക്കെ ഉണ്ട്. വണ്ടിയെ പറ്റി അഭിപ്രായം പറ, എന്തായാലും പറ. വണ്ടിയെ പറ്റി അഭിപ്രായം? വണ്ടിയെ പറ്റി അഭിപ്രായം വണ്ടി നല്ല വണ്ടിയല്ലേ? അതല്ല അവ എടുത്തതിനെ പറ്റി. കറക്റ്റായിട്ട് ലോണൊക്കെ അടച്ച് തീർക്കണം. ഇപ്പൊ നമ്മൾ ആരെ അറിയിക്കാനാണ് വണ്ടി എടുത്തിട്ടുള്ളത്? ആകെ അറിയാവുന്നത് കേശുവിനും ചക്കരയ്ക്കുമാണ്. ക്യാഷ് നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് ക്യാഷിന് അറിയാം. പക്ഷെ ചക്കരയ്ക്ക് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് വായിന്ന് അബദ്ധത്തിൽ വന്നുപോയി. അങ്ങനെയാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ചക്കരയുടെ അറിയുന്നത്. ചക്കര അവസാനം തൂക്കി. കിരണിനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു ചക്കരടുത്ത്. അതേപോലെ കിരണ് ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷെ കിരൺ അടുത്ത് ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. കിരൺ നമുക്ക് പിന്നെ യൂട്യൂബർ ആയതുകൊണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ചോദിച്ചാൽ നമ്മൾ പറഞ്ഞില്ല. അപ്പം ഇതായിരുന്നു നമ്മൾ ഗോവയിലോട്ട് പോകാൻ വേണ്ടി ഡിലേ ആയുള്ള കാരണം നമ്മൾ ഈ വണ്ടി എടുക്കുന്ന കാര്യം. അപ്പോൾ ഇത് മെയ് തൊട്ടേ നമ്മൾ പ്ലാൻ ചെയ്യായിരുന്നു. കുറേ കാരണങ്ങളോട് നടക്കാതെ പോയതുകൊണ്ട് എനിക്കും ഡൗട്ടായിരുന്നു വണ്ടി എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന്. അതുകൊണ്ട് ഞാൻ ആരുടെ പറഞ്ഞില്ല. എടുത്തെന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. ഇനി എല്ലായിടത്തും പറഞ്ഞിട്ട് നടന്നില്ലെങ്കിലോ, അതുകൊണ്ട് ഞാനും ഇതായിടത്തും പറഞ്ഞില്ല. അപ്പം ആകെ അറിയാവുന്ന കേശുവിനും ചക്കരയ്ക്കാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫുൾ പൈസ കൊടുത്തൊന്നല്ല എടുത്തത്. ഇനി മാസം അടവുണ്ട്, EMI ആണ്. അപ്പോൾ ഇനി കിരണിനെയും ബാക്കിയുള്ളവരെയൊക്കെ ഇനി വണ്ടി കണ്ടിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോരുത്തരുടെ റിയാക്ഷനും എന്തൊക്കെയാണ് പറയാൻ നോക്കാം. അപ്പോൾ നാളെ നമ്മൾ ഗോവയിലോട്ട്, ആലപ്പുഴയിലൊക്കെ പോയി, അമ്മയുടെ വീട്ട് ആലപ്പുഴയാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടായിരിക്കും ഗോവയിലോട്ട് പോണത്. അപ്പം ഓണത്തിനൊക്കെ ഇനി വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും വരണം. നമ്മൾ വണ്ടി മൂലയ്ക്ക് കൊണ്ടിട്ടിട്ട് നമ്മൾ സാധാരണ കേശുവിൻ്റെ അവിടെ ഇരിക്കുന്ന കണക്ക് ഇരിക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഇനി കിരണ വിളിച്ചു വരുത്താനുള്ള പരിപാടിയാണ്. നീ പറ, കിരൺ വന്ന് ഇത് കണ്ടുപിടിക്കുമല്ലോ, ആ വണ്ടി അവിടെ കിടക്കുന്നത് നമ്മുടെയാന്ന് കണ്ടുപിടിക്കുമല്ലോ? അങ്ങനെ കണ്ടുപിടിക്കില്ല. കാരണം അതുകൊണ്ട് വണ്ടി താണ്ട് കഴിച്ച് നമ്മൾ അങ്ങ് മാറ്റിയിട്ടേക്കുവാണ്. ഇനിയും
ഇപ്പൊ അവര് നമ്മുടെ പയ്യന്മാർ വന്ന് ഈ ചക്കര എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയുണ്ട്. അപ്പൊ ഇനി നമുക്ക് വരുമ്പം ഒരു ട്രിപ്പ് അതിൽ തന്നെ പോവാം. ഇനിയാണ് ട്രിപ്പ് നമ്മളാ ഓ സ്റ്റാർട്ടിങ്. അപ്പൊ നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളു പരിപാടികള്. എവിടെയായാലും നമ്മള് പോവും. നമ്മളാ റൂട്ടിന്റെ പേരെന്തേറാ? മസനഗുടി വഴി ഊട്ടി അതുവഴി നമ്മളാണ്ട് ഈ ചെറുക്കനെ കൊണ്ട് നമ്മള് പോയിരിക്കും. അപ്പം കിരൺ വരട്ട് നീ അറിയാത്തടക്കം എടുത്തു തുടങ്ങി വേണം നോക്കെ. ഓ നമ്മളാണ്ട് എല്ലാ ട്രിപ്പും ഇങ്ങനെ പ്ലാൻ ചെയ്യുക അവസാനം മുണ്ടി. അതാണ് നമ്മുടെ ടീം. എല്ലാവരുടെ ടീമും അങ്ങനെ തന്നെ. അപ്പൊ ഇത് നമ്മള് മസനഗുടി ഊട്ടി വഴി മലേനോ. ഓ ഒരു കാർ എടുക്കുന്ന. അപ്പൊ ഇനി നമുക്ക് റെന്റ് വേണ്ട. നമ്മളോട്ടത് ആർക്കും വണ്ടി ഇല്ലായിരുന്നു. അങ്ങനെ കുന്നിലേക്ക് ഒരു വണ്ടി വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ചക്കര വണ്ടി എടുക്കും. ക്യാഷു അങ്ങനെ ക്യാഷൊക്കെ ഇനി ഗൾഫിൽ പോകുന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കുന്നില് ഒറ്റയ്ക്ക് നയിക്കാൻ നമ്മളെ നൈസായിട്ട് ഇനി ഗൾഫിൽ പോകാനുള്ള പരിപാടിയാണ്. എല്ലാരും വണ്ടി ഇറക്കും എന്തായാലും. നമ്മൾ വീഡിയോ എടുക്കാൻ പോകണം. നമ്മൾ അത് ഞാൻ പറഞ്ഞപ്പോ അത് മാറിയില്ല. കിരണിന്റെ പഴയ വണ്ടിയാണ്. ഇതിപ്പോ ലാലന്റെ സ്വന്തം വണ്ടിയാണ്. സെയിൽ ചെയ്തത്. അതിലെനിക്ക് ഭയങ്കര വിഷമം കൊടുക്കണ്ടായിരുന്നു. ആ ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ നാളെ പോവുകയാണ്. വരാൻ പറ്റും എന്തായാലും നമ്മൾ മാക്സിമം കളിക്കുന്നെങ്കിൽ എത്താൻ പോകും. ആന്ന് പൂച്ചെണ്ണ. അപ്പൊ നമ്മൾ നാളെ പോവാണ്. ഈ ക്രൂരൻ ലുക്കുള്ള മോന്ത, പക്ഷെ ഉള്ളിൽ പാവമാണ്. എന്തായാലും നമുക്ക് ഓണത്തിന് വരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളെ കൂട്ടുകാരായിട്ടുള്ള ലാസ്റ്റ് വ്ളോഗായിരിക്കും ഇത്. നാളെ രാവിലെ നമ്മൾ പോകണമായിരിക്കും. വീട്ടിൽ ആംബ്രോ അതൊരിക്കില്ല മന്തി. പിന്നെ എല്ലാവർക്കും നമ്മളൊക്കെ മന്തി ഉണ്ടായിരിക്കും. അത് പറയാനാണ് ആൻഡ്രോസ് ജംഗ്ഷൻ വരെ പോയത്. വേണ്ടി അങ്ങ് വരെ പോയിട്ട് തിരിച്ചു പോസ്റ്റ് വിട്ടണ്ടേ? ജംഗ്ഷൻ വരെ പോയി നടന്നിട്ട് തിരിച്ചു. ചക്കര വണ്ടി എടുക്കുന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അത് ആരെടുത്ത് വണ്ടി? ഇര എന്നിട്ട് നൈസായിട്ട് നമ്മളടുത്ത് ആരും പറയാതെ ഒരു ബൈക്ക് അങ്ങ് ഇറക്കി. നമ്മളൊന്നും പറയൂല. നമ്മളത് പറഞ്ഞാൽ നമ്മളെന്താ നമ്മള് ഗോവയിൽ സ്റ്റോറി ഇട്ട വണ്ടി എടുക്കാനാണോയിരിക്കും. ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇപ്പൊ സ്റ്റോറി ഇട്ട പേര് ഉണ്ട്. പൈസ വന്നാ നോക്കട്ട്. അപ്പം നമ്മളമ്മ ഇവന്മാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ 500 ഉണ്ട്. 500 നിന്റെ ഞാൻ നേരത്തെ തന്നില്ലേ? രണ്ട് വണ്ടി കിരൺ വണ്ടി എടുക്കും. കിരൺ നേരത്തെ 2 പേരെ അതിൽ കയറ്റി 4 പേര് കയറാൻ. നമ്മള് നാളെ പോണേ. ഇനിയിപ്പോ അവിടെ പോയിട്ട് ഇന്നത്തെ ദിവസം തീരും. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. വണ്ടിയുടെ രാവിലെ ബസ് വരേണ്ട ബില്ല്. നമ്മളെല്ലാരും കൂടെ ഇതിലെങ്ങനെ പോണം? നമ്മള് ഇതെങ്ങനെയുണ്ട്? ഒരു അവ അറിഞ്ഞില്ല. അടിച്ചോടുത്താണ് എടുത്തത്. ഇവന് പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചാൽ എന്തേലും സർപ്രൈസ് ഉള്ളത്. പക്ഷെ ഇതെങ്ങനെ ക്യാഷിന് വാങ്ങുന്നല്ല വീണ കൊടിച്ചിട്ട്.
എനിക്ക് തോന്നി ഇയാളെ ഒന്നും പറയാതിരിക്കുന്നത് അപ്പഴേ നമ്മളൊരു സത്യം പറഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റും മെയ് തൊട്ടേ നോക്കിയാണ്. അപ്പം ഇത് നടക്കോ ഇല്ലെന്ന് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആരത്തിന് പറയണ്ട. അപ്പൊ കിരണിന്റെ അടുത്ത് ഞാൻ ഒരാളെ ചോദിച്ചു 1 ലക്ഷം രൂപ, പക്ഷെ 1 ലക്ഷം രൂപ ഇങ്ങനെ അയക്കാൻ പറ്റും ഞാൻ ചോദിച്ചു. അപ്പൊ ഇവന്റെ അടുത്ത് തിരിച്ചൊന്നും ചോദിച്ചില്ല എന്തിണ്ടാ അന്ന് അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞാണ്. പക്ഷെ ഇവൻ ചോദിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇവന്റെ അടുത്ത് പറയണ്ട നമ്മളൊരു പറഞ്ഞാണോ ക്യാഷ് നമ്മളെ ചതിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ ചക്കര അടുത്തും പറഞ്ഞില്ല. ചക്കര ഇതേപോലെ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് എന്റെ ഞാൻ പറഞ്ഞു എനിക്ക് ചക്കര നിന്റോടാണ് വരുന്നത് എനിക്ക് ഉറപ്പില്ല. ചക്കര രാവിലത്തെ ഞാൻ ചോദിച്ചു നമ്മളെ വീഡിയോ ആര് കാണുന്നു അയച്ചു കൊടുക്കുക അങ്ങനെയെങ്കിലും റീച്ച് ആയിരുന്നു കൊള്ളരുത്. അപ്പൊ നമ്മൾ അഭിപ്രായം പറയും. വണ്ടി എടുത്തു വരൂ എല്ലാരും വരും. വണ്ടി പിടിച്ച് കേട്ട് എടാ ഇനി എല്ലാരും ഇതേപോലെ നമ്മൾ കാണിക്കാണ്ട് ലാലൻ അതൊരു ഇതുകൊണ്ടാണ് ഡിലേ ആയത് ഞാൻ പോവാനായിട്ട്. അല്ലെങ്കിൽ എപ്പോഴാ പോരുന്നാ. അങ്ങനെ കുന്നിലെ മക്കളിലേക്ക് നമ്മൾ ബലേനെ ഇറക്കിയിരിക്കുകയാണ്. വളരെ നല്ല അഭിപ്രായമാണ്. കുന്നിലെ മക്കൾക്ക് ഒരു വണ്ടി ഇല്ലായിരുന്നു. പിന്നെ അല്ലാതെ ഒരു ട്രിപ്പ് പോകാനും 3 ലക്ഷം രൂപയ്ക്ക് അവിടുന്ന് വരണമെങ്കിൽ എന്താ 15 എണ്ണെങ്കിൽ സ്പോൺസർ ചെയ്യണം. അപ്പൊ നമുക്ക് മന്തി കഴിക്കാനായിട്ട് പോവാം. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മള് ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്റെ ഒരേ ഒരു റീസൺ നമ്മളെ കൂടെ ഉള്ള നമ്മളെ കൂട്ടുകാരും പിന്നെ എന്റെ വീട്ടുകാരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പെണ്ണ് പോയെന്ന് പറഞ്ഞാൽ എന്റെ ബ്രേക്കപ്പ് ആയി കരഞ്ഞ് ആരെയും മിണ്ടാതെ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജിലായിരുന്നു ഞാൻ. പക്ഷെ അത് തന്നെ എല്ലാം നമ്മളെ പിടിച്ചു നിർത്തിയ നമ്മളെ ഒരേ ഒരു കാര്യം നമ്മളെ കൂട്ടുകാരും. അപ്പൊ അവർക്ക് അവരോടുള്ള കടപ്പാട് ഈ വേളയിൽ അറിയിക്കേണ്ടതാണ്. പിന്നെ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ മന്തി തിന്നുന്നതിൽ നമുക്ക് പനിയില്ല. നാളെ നമ്മള് പോവേണ്. അളിയെ കണ്ടേ പറ്റുള്ളൂ അളിയാ നിന്നെ. ആ പൊളിക്കാം. ഓക്കെ ഓ എവിടെ എങ്ങനെ വരുന്ന നീ? ഓക്കെ അപ്പൊ ഇറങ്ങുമ്പോ വിളി കേട്ടോ. ഇനിയിപ്പം വണ്ടിക്ക് വേണ്ടി പൈസ കണ്ടെടുത്തു അത്രേ ഉള്ളൂ. ഇനി കിരണ്ടാണ് കണ്ട വണ്ടിക്ക് മൊത്തം പൈസ ഉള്ളതിനെ കാണുള്ളൂ. എന്തായാലും നമുക്ക് പെണ്ണില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പെണ്ണിനും വണ്ടിക്ക് തീറ്റിപ്പോട്ടെ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ പെണ്ണ് പോയത് നല്ല കാര്യം. അല്ല നമ്മളെ കൊണ്ട് നമ്മൾ തൂങ്ങേണ്ടി വന്നേനെ പോടാ. പിന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും ഇതിന് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ. വണ്ടി മതി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ പെണ്ണൊക്കെ വന്നോളൂ. കരയാളൊക്കെ കരഞ്ഞു തീർത്ത് എന്നിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ നമ്മള് ഡിപ്രഷനിലാണ്. എന്തിന് ആർക്കും ഒരു ഇതില്ല ഇങ്ങനെയൊക്കെ നശിച്ചു പോയാ. ഇപ്പൊ ഞാൻ ചത്തിരുന്ന് നമ്മളെ വീട്ടുകാർക്ക് കണ്ട ഇങ്ങക്ക് ഒരു ഓർമ്മ എപ്പോഴും നമ്മളെ പയ്യൻ പോടെ എന്ന് പറഞ്ഞിരിക്കാം. കുറച്ച് കഴിയുമ്പോ അത് പോവും. അവള് വേറെ ഒരുത്തിനെ കെട്ടിച്ച് അവള് സുഖമായിട്ട് അവര് കൊച്ചായിട്ട് അവര് ജീവിക്കും. ആർക്ക് കഷ്ടം ആരും ചെയ്യാതിരിക്കുക. ബ്രേക്കപ്പ് ആയെങ്കിൽ നമുക്ക് പുതിയ പരിപാടികളുണ്ട്. ലൈഫിൽ എന്തെങ്കിലും ആവാൻ നോക്കുക. നമ്മളില്ലേടാ അതാണ് അതാണ് ഞാൻ ഒരു കാര്യം വിട്ട ലൈഫിൽ എന്തെങ്കിലും ആവുക അതാണ് ആദ്യം വിട്ട. അല്ലാതെ ഞാൻ ഇത്ര നാള് വിചാരിച്ചേക്കുന്നത് വെച്ചാൽ പെണ്ണ് കെട്ടി സുഖമായിട്ട് അവളോടെ ജീവിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ ഇത്ര നാള് നടന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന ക്യാഷ് ഇപ്പൊ ലൈനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണ് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണിന്റെ പുറകെ നടന്നാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമുക്ക് ലൈഫിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിയാലും പറ്റുമോ. അപ്പൊ എന്തായാലും നമുക്ക് ലൈഫിൽ എവിടെയെങ്കിലും എത്തുമ്പോ പെണ്ണൊക്കെ തീരുമാനിക്കാം. അതുകൊണ്ട് നമുക്ക് ഇപ്പഴേ ഇനി പെണ്ണൊന്നും വയ്യ. പക്ഷെ ആരെയും വന്നാൽ നമ്മൾ സെറ്റ് ചെയ്യും. അതാണ് കാര്യം. സെറ്റ് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മള് 2 ദിവസം കല്യാണത്തിന് അവിടെ എല്ലാം പോയിട്ട് നമ്മൾ നോക്കി ഇവന് പൊക്കം കുറവായിരിക്കും, അല്ലെങ്കിൽ പെണ്ണിന് പൊക്കം കൂടുതലായിരിക്കും. അപ്പം നമുക്ക് വേണ്ടി കിരണൊക്കെ പെണ്ണിനെ നോക്കുന്നുണ്ട്. പക്ഷെ കിട്ടത്തില്ല. 2ാം വിവാഹമായിട്ട് പാടാണ്. ഇവനെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇവന്റെ അത്ര പൊക്കം അവക്ക് ഇവനെ കാട്ടി പൊക്കമാണ്. മറ്റേ മാട്രിമോണിയിലെ കൊടുക്കണം അല്ല. അപ്പം ഗൈസ് അപ്പൊ ഇനി ഇവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പോകും. ദൈവമേ ഇനി ബാക്കിയുള്ളവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് എന്താവില്ല. അപ്പൊ ഈ വീഡിയോ കാണുമ്പോ നമ്മൾ ഗോവയിലെത്തും. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. അപ്പൊ നമ്മള് മന്തി കഴിക്കാൻ കട മാറിപ്പോയി. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടപ്പോ
കട മാറി എപ്പോഴാണ് കടയിലെ ബോർഡ് വെക്കുന്നത്? ഓണമായിട്ട് ഓണം മന്തി കഴിക്കാൻ വന്നാണ്. അപ്പം നമ്മൾ ഓണം മന്തി കഴിക്കാൻ പോകുന്നു. ഗൈസ്, അപ്പം മന്തി ട്രീറ്റ് ആണല്ലോ. പക്ഷെ ഇതിൽ വരാൻ പറ്റാത്ത എൻ്റെ കൂട്ടുകാരുടെ അവിടെ ക്ഷമിക്കണം. അവർക്ക് ഞാൻ ഇനി വരുമ്പോൾ നല്ലൊരു ട്രീറ്റ് നടത്തും. നമ്മളെ ഫണ്ടൊന്നുമില്ല ട്രീറ്റ് നടത്താൻ. പിന്നെ ചക്കരയുടെയും കേശുവിൻ്റെയും പ്രേരണ കാരണമാണ് ഒരു മന്തിയിലോട്ട് എത്തിയത്. അപ്പം നമ്മളിനി മന്തി കഴിച്ചിട്ട് കാണാം. ബൈ ബൈ. അപ്പം ഇനി ഒരു കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ വീഡിയോ എടുക്കാൻ പോകണം. ഓക്കെ, തർക്കം നടക്കുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോ എല്ലാവർക്കും ഇരിക്കാൻ, ഇപ്പൊ മന്തി കഴിച്ചപ്പോ ആർക്കും ഇരിക്കാൻ സ്ഥലം കിട്ടുന്നില്ല. ഓക്കെ, അല്ല വണ്ടി കണ്ട് നമ്മളാണ് മനസ്സിലായ. സർപ്രൈസ് ആവുന്നില്ലല്ലേ? അറിയാവുന്നുണ്ട്. ഞങ്ങളപ്പം വീഡിയോ എടുക്കാൻ പോകുന്നു. എടുത്തിട്ടൊക്കെ ഇറങ്ങിയ താക്കോലൊക്കെ. അത് പൊള്ളിയുടെ അത് തന്നെ കിടന്നോളും കാറ്റത്തിങ്ങനെ. ഇത് പുല്ലല്ലേ, ബാക്കിലോട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട്. വൺ ഗോ. എന്തൊരു അമ്പർലക്കൂടെ എന്തിന് കയ്യിലുള്ള വയ്യ നമുക്ക്. അവിടെ ക്യാമറമാനൊന്നും വയ്യ. മൂന്നാമത്തെ തവണ ചക്കര സെറ്റ് ചെയ്യുന്ന പൊടിഞ്ഞ ആമ്പ്രവി കമ്പ് കയറും. ഇങ്ങോന്നാണ് ചക്കര മടുത്തെന്നൊക്കെയാണ് പറയുന്നത്. സാരി എടുത്ത സാരി എടുത്ത ഇതുള്ളതല്ലോ. ഇതുള്ളതല്ല, ഇത് ബെൻഡാണ്. ഇത് അവിടെ വെച്ച് കണ്ടില്ലല്ലോ. എന്തൊരു ചളങ്ങിയിരിക്കും. ആ അയ്യോ, ഇത് ബെൻഡാണല്ലോടാ. ടെൻഷനായി. ഗൈസ്, അപ്പൊ നമ്മള് റിവീലിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വീട്ടിലെത്തി. അമ്മയും അച്ഛനൊക്കെ പോയി വണ്ടി കൊണ്ട് പൂജിച്ച്. അപ്പൊ ഇനി നേരെ അപ്പയുടെ അടുത്ത് വിട്ടു. അപ്പയുടെ അടുത്ത് നമ്മൾ പോയില്ലായിരുന്നു. അപ്പൊ അപ്പയുടെ അടുത്ത് വിട്ടാണ് നമ്മൾ പോണത്. അപ്പം അവിടെ ചെന്നിട്ടാണ്. ആ പറ. കാർ വന്ന് കാറിനെ പറ്റി എന്തൊരു അഭിപ്രായം? ബ്ലാക്ക് കളറാണ് ഇപ്പോഴല്ലേ കാണുന്നത്. അത്ര ഉള്ളു. നമ്മളങ്ങനെ പലതും പറയും. അപ്പൊ ഒന്നും വാങ്ങിച്ചിട്ടുണ്ട. വണ്ടിയെ പറ്റി അഭിപ്രായം പറയപ്പെട്ട. വണ്ടിയെ പറ്റി പറയാം. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി കയറി ഓടിക്കാൻ വയ്യെന്നാണ് പറയുന്നത്. ഓടിക്കാൻ അറിയാം കൈസ്, എന്നിട്ട് ഓടിക്കാൻ രാത്രി കണ്ണ് കണ്ടൂടാ. മീനുവിന്റെ അമ്മയാണ്. നമ്മള് മീനുവിനെ താഴെ മെൻഷൻ ചെയ്യാം. അതിൽ പറഞ്ഞ ഞാൻ എടുത്ത വണ്ടി ചോദിക്കുന്നേട്ടാ. ആ വണ്ടിയുടെ നമ്പർ അടിച്ചു നോക്കൂ. യൂട്യൂബ് ഫസ്റ്റ് യൂട്യൂബ് വരുമാനത്തിന് എടുത്തില്ലേ നമ്മള്? വണ്ടിയുടെ നമ്പർ കണ്ടില്ലേ? എവിടുത്തെ രജിസ്ട്രേഷൻ? 81 തന്നെ. അപ്പം നമ്മൾ ഒരുപാട് പിള്ളേരായിട്ട് വന്നോണ്ട് ലാലിനും മഹേഷിനും എന്തൊരു പറന്ന് അറിയാൻ വയ്യ. എപ്പോഴും ചോദിക്കുകയാണ് എൻ്റെ വണ്ടി എൻ്റെ. പിന്നെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് വേണം മനസ്സിലായത്. അപ്പം ഞാൻ രണ്ടാമത് അവരൊക്കെ ആക്കിയിട്ട് വന്ന്
എന്താണ് പറയാനുള്ളത്? സർപ്രൈസ് ആയിപ്പോയി സത്യം പറഞ്ഞ. ചെറുക്ക ഇങ്ങനത്തെ സാധനം ഇറക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചില്ല. മഹേഷ് ബാബു വിചാരിച്ചില്ലടേ ചെറുക്ക ഇറക്കി നമ്മളെ കൂട്ടത്തിൽ കാറ് വേണമായിരുന്നു. പിന്നെ ഒരു കാര്യം പറയണ്ടാ, അവന്റെ ജീവിതത്തിലെ ശനി പോയപ്പോ ചെറുക്ക സെറ്റ് ആയി. അത് തന്നെ, അത് പൊളിലാലോ. അത് ശനി പോയപ്പോ ശുക്രം വന്നവന് വിവരം വെച്ച് അതാണ് ചന്ദ്രനിൽ ചോതി ആ അവസ്ഥയായിരുന്നു. അതിപ്പോ റെഡി ആയി ചെറുക്കൻ. അപ്പം നമ്മള് ഇന്നും കൂടെ ഉള്ളു ഇവിടെ. അപ്പം നാളെ നമ്മള് തിരികെയാണ് ഗോവയിലേക്ക്. ഒരുമിക്കും. ഞങ്ങൾക്ക് പരിപാടിയാണ്. കാറ് എടുത്തിട്ട് വെച്ചിട്ട് ഇനി ബാംഗ്ലൂര് പോണെന്ന്. ഒറ്റയ്ക്ക് നമ്മള് വീണ്ടും വണ്ടി തന്നെ. അല്ല വണ്ടി എങ്ങനെ നൈസ് വണ്ടികളെ സെറ്റ് വണ്ടി. കളറുള്ള 2 കളറാണ്. 200 അനാൻഷാരെ വീഡിയോ യൂട്യൂബില് അനാൻഷാരെ പാട്ട് ഏതോ ചോദിച്ചപ്പോ ഇതൊരു പിടിയാ ആ പാട്ടെന്ന് പറഞ്ഞവരാണ്. അനാൻസിയുടെ പാട്ട് ചേട്ടൻ മഴയത്ത് അതാര് പാടി? ചിറാപ്പുഞ്ചി മഴ ആര് പാടിയത്? എന്റെ അച്ഛനോ? ഗൈസ് എന്താണ് ഒരു ഇയാളെ പറയാനുള്ളത്? നമ്മള് പരിചയപ്പെടുത്തിയ ഇതാണ് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ മണി, പെർക്കി എന്നറിയപ്പെടുന്ന മണി. പയ്യൻ ഗൾഫിലായിരുന്നു. പയ്യന്റെ ചേട്ടന്റെ കല്യാണമായിട്ടാണ് ഇവിടെ വന്നത്. പുതിയ വണ്ടി എടുത്താ? പുതിയ വണ്ടി എടുത്തു. പുതിയ വണ്ടിയാണല്ലേ? സുപ്രയുടെ അനിയനായിട്ട് വരും. അപ്പൊ ഇതാണ് പയ്യ എടുത്ത വണ്ടി. പക്ഷെ നമ്മളൊരു പുതിയ വണ്ടി എടുത്തു. എന്താണ് റിയാക്ഷൻ? എന്താണ്? മൈൻഡ് ബ്ലോയിങ്. അപ്പൊ നമ്മൾ പോവുകയാണ്. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പൊ നമ്മളെ പയ്യനൊരു വണ്ടി എടുത്തായിരുന്നു. ബാക്കിൽ നമ്മളെ വണ്ടി. അപ്പം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മളൊരു അണ്ണനെ കൂടെ വണ്ടി കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സമയം ഇപ്പോൾ കാണിച്ചു തരാം എത്രയായിരുന്നു. 10:05. നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല. അപ്പോൾ നാളെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അവരുടെ റിയാക്ഷനാണ് ഞങ്ങൾ കാണാൻ പോണത്. ഓക്കെ, ഗൈസ് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ചെക്കന്റെ വണ്ടിക്ക് വേണ്ടി ലൈറ്റ് വരെ ആയിട്ട് നമ്മള് കാത്തിരിക്കുകയാണ്. വണ്ടി പോരും പറയാ എല്ലായിടത്തും ഓടി എത്തുന്നില്ല. അമ്മ തെറിപ്പിക്കുന്നു. നീ എവിടെ ലൈറ്റ് വരെ ഇട്ട് വണ്ടി കാണാൻ വേണ്ടി. എങ്ങനെയുണ്ട് റിയാക്ഷൻ പറയൂ. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ വണ്ടി എടുത്ത് പല കളിയാ. നേരത്തെ കറുപ്പ് നീലൊക്കെ തോന്നുന്നു. ഇതിന്റെ പേര് എന്തായിരുന്നു? ബ്ലൂയിഷ് ബ്ലാക്ക്. അത് ഇരുട്ടാകുമ്പോഴത്തേക്കും ഇത് ബ്ലൂ പോലെ തോന്നും. പകല് ബ്ലൂയിഷ് ബ്ലാക്ക് ആയിട്ട് തോന്നും. കറുപ്പായിട്ട് തോന്നും. ഇതെല്ലാം ഡീക്രോം ചെയ്താ. അതൊക്കെ ചെയ്യുന്നു. 2 ഫോഗ് ലാമ്പും കൂടെ കെട്ടി കൊടുത്തു. മഞ്ഞ വയ്ക്കണം. നന്നാലേ പറ്റും. മഞ്ഞയും വെള്ളയും കൂടെ ഉള്ള വൈറ്റ്. അപ്പോ താങ്ക് യു. നാളെ പോവുകയാണ് നമ്മള്. വണ്ടി ഇനി പെണ്ണിന് വരെ വണ്ടിയെ പ്രണയിച്ച. പൈസ വരും. 1 ലക്ഷം രൂപ വേണം. എല്ലാം വേണം എടുക്കണമെങ്കിൽ. അപ്പൊ നമ്മള് അങ്ങനെ നമ്മളെ അണ്ണൻ്റെ അടുത്ത് എത്തി. അപ്പം നാളെ പോവുകയാണ്. നമുക്ക് കാണാം അവിടെ എവിടെയെങ്കിലും. നമ്മൾ വരും, ഗോവയിൽ വരും. ചിഞ്ചു എന്തായാലും ആട്ടി എടുക്കുന്നത്. വൈമാരിട്ട് റോഡ് അത് ഞാൻ താത്തിട്ട്. ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പം നാളെ നമ്മളിനി തിരിച്ച് ഗോവയിലോട്ട് പോവുകയാണ്. എന്തായാലും ആലപ്പുഴ കയറിയിട്ടേ നമ്മൾ പോവുള്ളൂ. ഇപ്പം സമയം ഏകദേശം 11 മണിയാവാറായി. അപ്പം ഇപ്പോഴാണ് നമ്മൾ ആ വീഡിയോ എൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളെ കൂടെ ചക്കര പ്രിയ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കാണാം. ഓണത്തിന് വരാൻ പറ്റുമെന്ന് നമ്മൾ വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഓക്കെ, ബൈ ഗൈസ്. ബൈ.